ഇന്നും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിൽ ഈ അടിയന്തരാവസ്ഥയുടെ ചവിട്ടും കുത്തും എല്ലാം ഏറ്റുവാങ്ങിയ മുഖ്യമന്ത്രിയാണല്ലോ ഇന്ന് കേരളം ഭരിക്കുന്നത്. എന്നിട്ടും അരപ്രാണനായും ഒക്കെ കിടക്കുന്ന എത്രയോ മനുഷ്യരുണ്ടെന്നറിയുമോ ഈ അടിയന്തരാവസ്ഥ കാലത്ത് മർദ്ദനമേറ്റവർ? അവർക്കൊക്കെ ഏതെങ്കിലും തരത്തിൽ പെൻഷൻ കൂട്ടിക്കൊടുക്കുന്നതിലേക്ക് അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായ സഹായം എത്തിക്കുന്നതിലേക്കൊക്കെ ഒരു സർക്കാർ പോകുന്നതിനെക്കുറിച്ച് ചർച്ച നടക്കുമ്പോഴാണ് അവർക്ക് പങ്കെടുക്കുന്ന പരിപാടിയിൽ ആ പരിപാടി അങ്ങ് റദ്ദാക്കിയെന്ന് രജിസ്ട്രാർ പ്രഖ്യാപിക്കുന്നത് നമ്മൾ ഇന്ന് കാണുന്നത്. ശ്രീപത്മനാഭ സേവാ സമിതി സംഘടിപ്പിച്ച പരിപാടി അടിയന്തരാവസ്ഥയുടെ 50-ാം വാർഷികത്തോടനുബന്ധിച്ചാണ്. ആ പരിപാടിയുടെ ഒരു പവിത്രത എന്താണ് എന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഈ രീതിയിലുള്ള കണ്ണടച്ചുള്ള വിമർശനം ഒരു പാർട്ടിക്ക് വേണ്ടി നടത്തില്ലായിരുന്നു. ഇനി ഈ പരിപാടിയിലെ വിവാദ വിഷയത്തിലേക്ക് വരാം. വീണ്ടും പ്രകോപനത്തിനോ എന്ന ചോദ്യത്തിന് നോ എന്നാണ് എന്റെ ഉത്തരം. കാരണം ഒരു പ്രകോപനത്തിനും ഗവർണർ അവിടെ മുതിർന്നിട്ടില്ല. ആ പരിപാടിയുടെ ഉള്ളടക്കം എന്താണ് എന്നതുകൂടി അതുകൊണ്ടാണ് ഞാൻ ആമുഖമായിട്ട് പറഞ്ഞത്. അതൊരു സ്വകാര്യ പരിപാടിയാണ്. ആ സ്വകാര്യ പരിപാടി ശ്രീപത്മനാഭ സേവാ സമിതി കൃത്യമായി 2 തവണ കത്തയച്ച് കൃത്യമായി രേഖാമൂലം ഈ പരിപാടി നടത്തുന്നതിനുള്ള അനുമതി കൃത്യമായി അതിന്റെ പണമടക്കം അടച്ച് ആ ഹോൾ എടുത്തതാണ്. അവിടെ 5 മണിക്ക് ശേഷം ആ ഹോൾ ഒക്യുപ്പൈ ചെയ്യാനായിട്ടുള്ള എല്ലാ റൈറ്റ്സും ഈ സംഘാടക സമിതിക്കുണ്ട്. അതുകൊണ്ടാണ് അവർ അവരുടേതായ രീതിയിൽ ആ പരിപാടി ക്രമീകരിച്ചത്. അവിടെ മതപരമായ പരിപാടികൾ, മതപരമായ പ്രഭാഷണങ്ങൾ, അവയ്ക്കൊക്കെയാണ് സെനറ്റ് ഹാൾ വാടകയ്ക്ക് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പരിപാടി നടത്തുമ്പോൾ വിലക്ക്. അല്ലാതെ അവിടെ നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന രീതിയിൽ DJ മാത്രം നടത്തിയാൽ പോരല്ലോ. അടിയന്തരാവസ്ഥ കാലത്തെ അതിന്റെ ദുരിതം പേറുന്ന മനുഷ്യരെ ആദരിക്കാനായിട്ടുള്ള പരിപാടിയാണെന്നേ ഗവർണർ അവിടെ നടത്തിയത്.